ഇന്ന് ക്രിസ്തീയ മതം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ചില വാക്കുകളാണ്, ചില ആശയങ്ങളാണ് പ്രാർത്ഥന, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് തുടങ്ങിയവ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അല്ലെങ്കിൽ സംശയം ഇതായിരുന്നു, ബൈബിൾ ഇത്തരത്തിലുള്ള ആശയങ്ങളെ പ്രതിപാദിക്കുന്നത് വേറൊരു രീതിയിലും ക്രിസ്തീയ മതം ഈ ആശയങ്ങളെ പ്രതിപാദിക്കുന്നതും അനുവർത്തിക്കാൻ പറയുന്നതും മറ്റൊരു രീതിയിലുമാണ്. ഇതാണോ ആവശ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ശരിക്കും ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിലെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനാണ്, ധ്യാനമാണ്. യേശു തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചതും അനുവർത്തിക്കാൻ ആവശ്യപ്പെട്ടതും മെഡിറ്റേഷനാണ്, ധ്യാനമാണ്. അപ്പോൾ യേശു പറഞ്ഞ പ്രാർത്ഥന രീതികളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു എന്ന് സാരം. മറ്റാശയങ്ങൾ, വർഷിപ്പ് എന്ന് പറയുന്ന ആശയവും താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്ന ആശയവും അതുമായി അനുബന്ധമായിട്ടുള്ള മതം പറയുന്ന ആശയങ്ങളെല്ലാം ബൈബിളിന് ഘടകവിരുദ്ധമാണ്, അല്ലെങ്കിൽ ബൈബിളിന് വിരുദ്ധമായ ആശയങ്ങളാണ് ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്ക്സ് ഗിവിങ് ഉള്ളിലുണ്ടാകേണ്ടുന്നതാണ്, പുറമേ ഉണ്ടാകേണ്ടുന്നതല്ല. വർഷിപ്പ് അകമേ ഉണ്ടാകേണ്ടുന്നതാണ്, പുറമേ ഉണ്ടാകേണ്ടുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നും ബൈബിളിനകത്ത് വളരെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷേ മതം അനുവർത്തിക്കുന്നത് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കാം, എന്താണ് എന്നാൽ വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് എന്താ? ബൈബിൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ അർപ്പിക്കുന്നതാണ് ഉചിതമായ ആരാധന. അപ്പോൾ ബൈബിൾ പെർസ്പെക്റ്റീവ് മറ്റൊന്നാണ്. അതല്ലാതെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയി പാട്ടുപാടുകയോ അവിടുത്തെ മതപരമായ ചടങ്ങുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയോ ഇതൊന്നും ചെയ്യുന്നതല്ല ആരാധന എന്നുള്ളത് ബൈബിൾ തന്നെ പറയുകയെ നമ്മൾ അനുവർത്തിച്ച് വരുന്നത് അതിന് വിരുദ്ധമായ മറ്റ് ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നതും ഉള്ളിൽ നിന്ന് ദൈവത്തോടുണ്ടാകേണ്ടുന്ന ഒരു മനോഭാവം മാത്രമാണ്. അത് മറ്റേതെങ്കിലും രീതിയിലുള്ള കാഴ്ചകളായിട്ടോ സ്തോത്ര കാഴ്ചയായിട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ സമ്മാനങ്ങളായിട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നതല്ല. വെച്ചാൽ പോലും അത് ദൈവം എങ്ങനെ സ്വീകരിക്കും? അത് സ്വീകരിക്കുന്നത് അവിടുത്തെ ഭാരവാഹികളോ മറ്റുള്ള അതിൻ്റെ നടത്തിപ്പുകാരോ ആയിരിക്കും അതെടുത്തുകൊണ്ട് പോകുന്നത്, അല്ലേ? പക്ഷെ ദൈവത്തിന് ഇങ്ങനെയുള്ള നിങ്ങളുടെ കാഴ്ചകളോ നിങ്ങളുടെ യാഗങ്ങളോ നിങ്ങളുടെ നേർച്ചകളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ താങ്ക്സ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ഹൃദയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അടുത്ത തലമുറയെങ്കിലും ഇത്തരത്തിലുള്ള കപടതകൾ മനസ്സിലാക്കി ബൈബിൾ പറയുന്ന സത്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്.